Okay, good morning. Take your Hindi textbook. എല്ലാവരും വീഡിയോ ഓൺ ചെയ്തോളൂ. മിസ്സേ, ഈ വിപരീതിന്റെ അർത്ഥം എന്താ? വിപരീതം എന്നാൽ ഓപ്പോസിറ്റ് തന്നെയാണ്. ഓപ്പോസിറ്റ് വേർഡില്ലേ വിലോമ ശബ്ദ. മിസ്സേ, ഈ ടെസ്റ്റിനകത്ത് വിപരീതം എഴുതിയിട്ടുള്ള അതിന്റെ അപ്പുറത്ത് ഇംഗ്ലീഷ് മീനിങ് എഴുതിയിട്ടില്ല. എവിടെയുണ്ട് അങ്ങനെ? വേർഡ് മീനിങ്ങില് അങ്ങനത്തെ വേർഡ് ഉണ്ടോ? എവിടെയുണ്ട്? വിപരീതം അല്ലേ? ഭൂമധ്യ രേഖ, വിഷുവത് രേഖ, അതെന്നറിയാമോ? വിപരീത പരിസ്ഥിതിയും. അത് രണ്ട് വേർഡ് ഒരുമിച്ചാണ്. താഴത്തെ വിപരീത പരിസ്ഥിതിയും. ആ വേർഡ് പറയുമ്പോ കഠിനമായ സമയം, അതായത് ബുദ്ധിമുട്ടുള്ള സമയം. ഓക്കെ, അപ്പൊ എല്ലാവരും വീഡിയോ ഓൺ ചെയ്തേ. മിസ് ഫോട്ടോ എടുക്കാൻ പോവാണേ. മിസ് ഇപ്പൊ പേപ്പറിൽ കൊടുക്കും, നെറ്റ്വർക്കിലൊക്കെ കൊടുക്കും. വേഗം റെഡി ആയിട്ടിരുന്നോ. ഓക്കെ അല്ലേ? ആർ യു റെഡി? ഫോട്ടോ എടുക്കാണേ. ചിരിച്ചോ. അപ്പൊ ഏഞ്ചല് പോയി. ഗ്രേസ്, റിബണൊക്കെ ഭംഗിയായിട്ട് കേട്ടിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പൊ വേർഡ് മീനിങ് സമാനാർത്ഥി ശബ്ദ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതാൻ മിസ് പറഞ്ഞു അല്ലേ? പേജ് നമ്പർ 76 അല്ലേ? പറഞ്ഞില്ലായിരുന്നോ മിസ്? യെസ്. ഇനി ഒരു ക്വസ്റ്റ്യൻ ആൻസർ അല്ലേ പറയേണ്ടത്? വർക്ക് പറയട്ടെ. അതില് മൗഖിക പ്രശ്ന ഓറൽ ക്വസ്റ്റ്യൻസ് മിസ് പറയാം. പ്രശ്നോക്ക് ഉത്തർ ബതാവോ. ശ്രദ്ധിക്കണേ. ഭാരത് കി കിൻ ബേട്ടിയോം നെ ഇതിഹാസ് രച. ഇന്ത്യയിൽ ഏത് പെൺകുട്ടികളാണ് ചരിത്രം മാറ്റി രചിച്ചത്? ഏത് കുട്ടികളാ? പേരാണ് പറയുന്നത്. പേര് വേണ്ട. നൗസേന കി ചഹ് മഹിളായം അല്ലേ? നൗസേന കി ചഹ് മഹിളായം. 6 പെൺകുട്ടികളല്ലേ? ഏത് പെൺകുട്ടികളാണെന്നാണ് ചോദ്യം. പേര് വേണ്ട. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഭാരത് കി ബേട്ടിയോം കിസ് അഭിയാൻ പർ നികലി और അഭിയാൻ കബി ശുരു ഹുവ. അവരെന്ത് പ്രവർത്തനമാണ് ചെയ്തത്? എപ്പോഴാണ് അത് ആരംഭിച്ചത്? എന്തായിരുന്നു അവർ ചെയ്തത്? അവരെന്താ? 2017 സിതംബർ 10 അല്ലേ? 10 സിതംബർ 2017 അവരെന്താ ചെയ്തത്? നാവിക സാഗർ പരിക്രമ അല്ലെ? അതായത് സമുദ്ര के रास्ते पर दुनिया को चक्कर लगाना അല്ലെ? കടൽ മാർഗം വഴി, ബോട്ട് വഴി ലോകം മുഴുവനും ചുറ്റിക്കറങ്ങിയാണ് അവർ ചെയ്ത പ്രവൃത്തി. ക്ലിയർ ആയോ? ഓക്കെ. തേർഡ് ക്വസ്റ്റ്യൻ, ഹരി झंडी दिखाकर किसने दल को रवाना किया. ആരാണ് അത് ഉദ്ഘാടനം ചെയ്തത്? രക്ഷാമന്ത്രി നിർമ്മല सीतारामन. इस अभियान का क्या नाम था तथा इसका नेतृत्व किसने किया. ഇതിന്റെ അതിന്റെ പേരെന്താണ്? ടീമിന്റെ പേരാണ് INSV താരിണി എന്നാണ്. അത് സമുദ്ര ബോട്ടിന്റെ പേരാണ്. ഇവരുടെ പേര് നാവിക സാഗർ പരിക്രമ എന്നാണ്. അതിന്റെ മുഴുവൻ നേതൃത്വവും ആരാണ്?
ലെഫ്റ്റനന്റ് കമാൻഡർ വർത്തിക ജോഷി. ഓക്കെ, ഗുഡ്. ഇനി നമ്മൾ എഴുതേണ്ട ക്വസ്റ്റ്യൻ ആൻസർ ആണ്. क्वेश्चन आंसर फर्स्ट क्वेश्चन, नाविका सागर परिक्रमा अभियान में शामिल भारतीय महिलाओं के नाम लिखो എന്നാണ്. നാവിക സാഗർ പരിക്രമ എന്ന ഈ ഉദ്യമത്തില് പങ്കെടുത്ത ആ കുട്ടികളുടെ, ആ മഹിളകളുടെ പേര്. ലെഫ്റ്റനന്റ് കമാൻഡർ വർത്തിക ജോഷി. 6 പേരുടെയും പേരാണ് എഴുതേണ്ടത്. എന്തൊക്കെയാണ് പേര്? ലെഫ്റ്റനന്റ് കമാൻഡർ വർത്തിക ജാംവാൽ, പേജ് നമ്പർ 73. ലെഫ്റ്റനന്റ് കമാൻഡർ പി സ്വാതി, ലെഫ്റ്റനന്റ് ഐശ്വര്യ ഭട്ടാപതി, ലെഫ്റ്റനന്റ് പായൽ ഗുപ്ത, ലെഫ്റ്റനന്റ് എസ് വിജയാദേവി. 6 പേര്. ഓക്കെ, മിസ് അത് ഗ്രൂപ്പിൽ അയച്ചുതരാട്ടോ. 6 പേര് മാത്രമാണ് എഴുതേണ്ടത്. ഓക്കെ, പിന്നെ വേഗം പറ. ക്ലാസ്സിന്റെ ടൈമിൽ ഇങ്ങനെ മിസ്സേ എന്നും പറഞ്ഞിട്ട് അരമണിക്കൂർ കാര്യങ്ങൾ പറഞ്ഞാൽ മിസ്സിന്റെ സമയം പോകും. വേഗം പറ. 11th ലെസൺ തൊട്ട് 13th ലെസൺ വരെ ഒന്ന് അയക്കാം സാർ. അത് ചിലത് എന്റെ വിട്ടുപോയിട്ടുണ്ട്. മുഹമ്മദ് കെ എനിക്ക് പേഴ്സണലായിട്ട് അയച്ചാൽ ഞാൻ അയച്ചുതരും. ഏതൊക്കെ പാടാൻ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞു തരണം. എല്ലാരും വീഡിയോ ഓൺ ചെയ്തേ. सेकंड क्वेश्चन, इस अभियान में महिलाओं को कैसी परिस्थितियों का सामना करना पड़ा? അവർ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ആ യാത്രയിൽ ബുദ്ധിമുട്ടിയത്? ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു എന്ന് പറഞ്ഞു. ഏതൊക്കെ കാര്യങ്ങളാ ഓർമ്മയുണ്ടോ? ഒന്ന് സ്റ്റിയറിംഗ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ एक बार तो बोट का स्टीयरिंग भी टूट गया. പിന്നെ അതുപോലെ महासागर में उड़ती ऊंची ऊंची लहरें और तेज हवाएं कई बार आगे बढ़ने से रोक दी थी അല്ലേ? ശക്തിയായി വേവ്സ് അടിക്കുന്നത് കൊണ്ട് ബോട്ട് മുന്നോട്ട് പോകാനും അതുപോലെ കാറ്റ്, കൊടുങ്കാറ്റ് അടിച്ചത് കൊണ്ട് ബോട്ട് മുന്നോട്ട് പോകുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? ഇത് മക്കളെ ഏതെങ്കിലും മനസ്സിലാവുന്നില്ലെങ്കിൽ അപ്പൊ എന്നോട് മിസ്സിനോട് ചോദിക്കണം ക്ലാസ് കേട്ടോ. എനിക്കത് മനസ്സിലായില്ല, അല്ലാതെ മനസ്സിലാകാതെ ഇങ്ങനെ പോകരുത് ക്ലാസ്സിന്. എന്ത് സംശയം ഉണ്ടെന്ന് ചോദിക്കാം. थर्ड क्वेश्चन, पाठ के आधार पर INSV तारिणी के बारे में विस्तार से बताओ. INSV താരിണി നിലനെ കുറിച്ച്, ആ ബോട്ടിനെ കുറിച്ച് എന്തൊക്കെ അറിയാം എന്നത് എഴുതണം. എന്തൊക്കെ അറിയാം നിങ്ങൾക്ക്? അതിന്റെ ഉയരം അറിയാം. इसकी ऊंचाई ഓർമ്മയില്ലേ? ऊंचाई लगभग 55 फुट, लंबाई 70 फुट और चौड़ाई 5 फुट थी. അത്രയും മതി. അതിനെ കുറിച്ചൊരു ധാരണ കിട്ടിയാൽ മതി. ഓക്കെ, നമ്പർ 3 മിസ് അത് ഗ്രൂപ്പിൽ ഇപ്പൊ തന്നെ സെൻഡ് ചെയ്യും. മക്കളെല്ലാവരും ഇന്ന് തന്നെ അത് എഴുതിയെടുക്കണേ. എനിക്ക് കിട്ടില്ല എന്ന് പറയരുത്, ക്ലാസ് ഗ്രൂപ്പിൽ ഉണ്ടാവും. फोर्थ क्वेश्चन, भारत के लिए यह अभियान विशेष क्यों है? ഇന്ത്യക്ക് വേണ്ടി ഇതൊരു പ്രധാനപ്പെട്ട യാത്രയായിരുന്നു എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇതിന് പ്രത്യേകത? भारत के लिए यह अभियान बहुत विशेष था. ഇത് യഹ് വിശ്വ की पहली ऐसी ജലയാത്ര അല്ലേ? ഇത് ലോകത്തിലെ തന്നെ ആദ്യത്തെ മഹിളകളുടെ യാത്രയാണ് ഈ ബോട്ട് യാത്ര. അതാണ് ഇതിന്റെ പ്രത്യേകത. മഹിളകള്, അതായത് വനിതകൾ നടത്തിയ യാത്രയായിരുന്നു അല്ലേ? യഹ് വിശ്വ की पहली ऐसी ജലയാത്ര. ക്ലിയർ ആയോ? പെൺകുട്ടികൾ നടത്തിയ ആദ്യത്തെ ബോട്ട് യാത്ര ആയതുകൊണ്ടാണ് ഇതിന് ഇത്രയും പ്രത്യേകത വന്നത്. ഷിസ ഇടയ്ക്ക് വീഡിയോ ഓഫ് ചെയ്യല്ലേ? മുഹമ്മദ് കെ എന്തിനാ വീഡിയോ ഓഫ് ചെയ്യുന്നേ? ക്ലാസ് കഴിയുന്നവരെ വീഡിയോ ഓൺ ആക്കി തന്നെ ഇരിക്കുക. फिफ्थ क्वेश्चन, लास्ट क्वेश्चन, भारत के राष्ट्रपति ने इस महिला दल को कब और कौन सा पुरस्कार देकर सम्मानित किया? ഇതിന് എപ്പോഴാണ്, എന്ത് പുരസ്കാരം നൽകിയിട്ടാണ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അവരെ ആദരിച്ചത്? 8 മാർച്ച് 2018, 2018 അല്ലേ? അത്രേ ആയുള്ളൂ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ആണ്. 2018 പറയുമ്പോ അത്രല്ലേ ആയുള്ളൂ, ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പേ.
അന്താരാഷ്ട്രീയ മഹിളാ ദിവസ് കെ അവസർ പർ അല്ലെ, ദേശീയ വനിതാ ദിനത്തിന്റെ ഭാഗമായിട്ട് അന്നാണ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇവർക്ക് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ട് എന്ത് പുരസ്കാരം അവർക്ക് നൽകിയത്? നാരി ശക്തി പുരസ്കാർ. നാരി ശക്തി പുരസ്കാർ എന്നാണ് വായിക്കേണ്ടത്. നാരി ശക്തി പുരസ്കാർ. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ ആണോ? മിസ് എടുത്തു പറഞ്ഞോട്ടെ. ഓക്കെ, നെക്സ്റ്റ് റിക്തസ്ഥാൻ ഭരോ. ചൂസ് ദ കറക്റ്റ് വേർഡ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. കറക്റ്റ് വേർഡ് ബ്രാക്കറ്റിൽ നിന്ന് സെലക്ട് ചെയ്ത് ഫിൽ ചെയ്യണം. റെഡി അല്ലേ? രക്ഷാമന്ത്രി നിർമ്മല സീതാരാമൻ ने हरी झंडी दिखाकर दल को रवाना किया. അത് നമുക്ക് അവിടെ ആൻസർ ഉണ്ട്. സെക്കൻഡ് വൺ, इस अभियान का नाम डैश था. सम्मानित किया. इस अभियान का नाम താരിണി. അയ്യോ അല്ല, INS അയ്യോ മാറിപ്പോയി. ഈ അഭിയാന്റെ പേരെന്താണ്? നാവിക സാഗർ പരിക്രമയാണ് അതിന്റെ പേര്. അവർ യാത്ര ചെയ്ത ബോട്ടിന്റെ പേരാണ് മക്കളെ ISNV താരിണി കേട്ടോ, മാറിപ്പോലെ. നാവിക സാഗർ പരിക്രമ എന്നാണ് ഈ യാത്രയുടെ പേര്, ആ ടീമിന്റെ പേര്. അവർ ചെയ്ത ബോട്ടിന്റെ പേരാണ് ISNV താരിണി. ക്ലിയർ ആയോ ഹന്നക്ക്? ഹന്ന ഓക്കെ. നാവിക സാഗർ പരിക്രമ. നെക്സ്റ്റ്, ഈ സമുദ്രി യാത്രക്ക നേതൃത്വ ഡേഷിനെ കിയ. ആരാണ് ഇതിന് നേതൃത്വം നൽകിയത്? വർത്തിക ജോഷി. വർത്തിക ജോഷി. വർത്തിക ജോഷി. इस अभियान को भारतीय तकनीक से बनी समुद्र बोट डैश से पूरा किया. അതിന്റെ പേരാണ് നേരത്തെ പറഞ്ഞത്, ISNV താരിണി. ഓക്കെ, ഷിസ വീഡിയോ ഓൺ ആക്കി. ഷിസ ബലെ, നിങ്ങൾ എന്തിനാ വീഡിയോ ഓഫ് ചെയ്യുന്നേ? വീഡിയോ ഓഫ് ചെയ്ത അപ്പൊ ഞാൻ പുറത്തേക്ക് വിടും. ഷിസ യൂണിഫോം അല്ലേ ധരിച്ചിരിക്കുന്നത്? ഷിസ ഓക്കെ, കാണുന്നില്ല യൂണിഫോം ഒന്നും. മുഹമ്മദ് കെയോ? മുഹമ്മദ് കെ യൂണിഫോം കാണുന്നില്ലല്ലോ, കണ്ണു മാത്രം കാണിക്കുന്ന ക്ലാസ് ഗ്രൂപ്പിലെ യൂണിഫോം കാണിച്ചേ. മുഹമ്മദ് കെ യൂണിഫോം ഇട്ടിട്ടില്ല. വേഗം വീഡിയോ ഓഫ് ചെയ്ത് യൂണിഫോം ഇട്ടിട്ട് വാ. അതാണ് ഇങ്ങനെ മുഖത്ത് മാത്രം പിടിക്കുന്നല്ലേ കള്ളന്മാര്. എത്രയും പെട്ടെന്ന് വാ യൂണിഫോം ഇട്ടിട്ട്. മുടിയൊന്നും കേട്ടിട്ടുണ്ടല്ലോ മുഹമ്മദിനെ, വേഗം കോട്ട് എടുത്തിട്ടാ മതിയല്ലോ. ഓക്കെ, ലാസ്റ്റ് इस देश में 254 दिनों का समय लगा. സമുദ്രി യാത്ര. സമുദ്ര യാത്ര, ഗുഡ്. ഈ സമുദ്ര യാത്ര 254 ദിവസങ്ങൾ എടുത്തു അല്ലെ? സമുദ്ര യാത്ര. മിസ്സേ, പറഞ്ഞോ. മിസ് ഇപ്പൊ പറഞ്ഞത് കേട്ടില്ല, ഒരു കോള് വന്നത്. ഈ സമുദ്ര യാത്ര, ലാസ്റ്റ് വേർഡ് സമുദ്ര യാത്ര. എഴുതിയോ?
എഴുതിയോ? നെക്സ്റ്റ് പറഞ്ഞോട്ടെ. ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. യെസ് മിസ്. നെക്സ്റ്റ് समानार्थी शब्दों के जोड़े बनाओ. Make pairs of synonyms. ബ്രാക്കറ്റിൽ കുറെ സമാനാർത്ഥി ശബ്ദങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിഞ്ഞു വീണുപോയി. ഒരു കുപ്പിയിലിട്ട് കുലുക്കിയതുപോലെ എവിടെയൊക്കെയോ ഉണ്ട്. നമ്മളാണ് അത് ഓർഡർ ആക്കിയിട്ട് എഴുതേണ്ടത്. ഏതിന്റെ സമാനാർത്ഥി ശബ്ദമാണെന്ന് കണ്ടുപിടിക്കണം. ഗവാഹ് സാക്ഷി എന്ന് അവരെടുത്ത് എഴുതിയിട്ടുണ്ട്. ഗവാഹിന്റെ പര്യായ പദം സമാനാർത്ഥി ശബ്ദമാണ് സാക്ഷി. നെക്സ്റ്റ് ദുനിയ എടുത്താൽ ദുനിയയുടെ ഏതാണ് സമാനാർത്ഥി ശബ്ദം വരിക? അതിൽ തന്നെ ഉണ്ട്. ദുനിയ വിശ്വ. ദുനിയ വിശ്വ എടുത്തെഴുതിക്കോ. ദുനിയ വിശ്വ. എഴുതിയോ? നെക്സ്റ്റ് സമുദ്ര. സമുദ്ര അതിൽ തന്നെ സാഗർ. സാഗർ. ഓ മിസ് മേക്ക് പേഴ്സ് ഓഫ് സിനോണിംസ് അല്ല പറയുന്നത്? അതെ അതെ. समानार्थी शब्दों को जोड़ के बनाओ. गवाह साक्षी, दुनिया विश्व. എന്താ മുഹമ്മദ് കെ ഇപ്പൊ യൂണിഫോം ഇടുമ്പോ എന്താ ലുക്ക് നോക്കിയേ. അവൻ വേഗം ടീഷർട്ട് ഇട്ടിട്ട് ഹിന്ദിയുടെ ക്ലാസ്സിൽ ഇരിക്കാന്നാ വിചാരിച്ചേ. ഏഞ്ചൽ വീഡിയോ ഓഫ് ചെയ്തല്ലോ. ദുനിയ വിശ്വ. നെക്സ്റ്റ് സമുദ്ര സാഗർ. രാസ്ത. രാസ്ത എന്നുള്ളതിന്റെ വേറൊരു വേർഡ് സമാനാർത്ഥി ശബ്ദം രാസ്ത. മാർഗ് വഴി. രാസ്ത മാർഗ്. രാസ്ത മാർഗ്. എഴുതിയോ? നെക്സ്റ്റ് ചക്കർ. ചക്കർ എന്ന് പറഞ്ഞാൽ കറങ്ങുക, ചുറ്റിക്കറങ്ങുക. പരിക്രമ. എന്താ ഗ്രേസി ഒന്നും മിണ്ടാത്തേ? സൈലന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടല്ലോ. ഒന്നിനും മറുപടി ഇല്ല. എന്താണ് അതുലേ? കേട്ടില്ല കേട്ടില്ല കേട്ടില്ല. ആരാണ് എഴുതാൻ വിടാത്തെ? അതുല് പറഞ്ഞ കേൾക്കുന്നില്ല. മുഹമ്മദ് എന്താ ആരാണ് വിടാത്തെ? ഒന്ന് മിസ്സിനൊന്ന് കാണിച്ചു തന്നെ. മിസ് വടിയെടുക്കാലോ. അതെയോ? വേഗം അവിടുന്ന് സ്ഥലം വിട്ടോറ. ചേട്ടനെ എഴുതാൻ വിട്ടോ. അതുല് എന്താ മോനെ പറഞ്ഞതിനിടയില്? അതുല് ക്ലിയർ അല്ല മോനെ, കേൾക്കുന്നില്ല, സൗണ്ട് വരുന്നില്ല. അൺമ്യൂട്ട് ചെയ്തു, പക്ഷെ സൗണ്ട് വരുന്നില്ലല്ലോ. അതിൽ എടുക്കുന്നത് നിങ്ങൾ ആരും കേട്ടോ? എന്താ അതുലേ പ്രശ്നം? മൂഡ് ഓഫ്. മിസ് ചക്കറിന്റെ മീനിങ് ഒന്നും പറയാം. ചക്കറിന്റെ പരിക്രമ. അതിൽ മിസ് പേഴ്സണൽ ആയിട്ട് അയച്ചോട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിച്ചോ.
Okay. Chakkar Parikrama. Next word, Abhiyan. Abhiyan, Andolan. Abhiyan, Andolan. Abhiyan, Andolan. എഴുതിയോ? കംപ്ലീറ്റ് ആയോ? മിസ് ഒന്നുകൂടി പറഞ്ഞുതരാം. ഗവാഹ് സാക്ഷി, ദുനിയാ വിഷ്, സമുദ്ര സാഗർ, രാസ്ത മാർഗ്, ചക്കർ പരിക്രമ, അഭിയാൻ ആന്തോളൻ. ഏതെങ്കിലും കിട്ടാതെ ഉണ്ടോ? മിസ്സായതുണ്ടോ ഏതെങ്കിലും? മനസ്സിലായില്ല. ദുനിയാ വിഷ്. നെക്സ്റ്റ് നോക്കാം നമുക്ക്. दिए गए वर्णों का संयोजन करके शब्द सामने लिखो. ഒന്നുമില്ല, പ്ലസ് ചേർത്തിട്ട് ആ വർണ്ണങ്ങളൊക്കെ ചേർത്തിട്ട് മാത്രകൾ ചേർത്തുകൊണ്ട് ജോയിൻ ലെറ്റേഴ്സ് ആൻഡ് മേക്ക് വേർഡ്സ്. ലെറ്റേഴ്സ് നമ്മൾ ജോയിൻ ചെയ്തിട്ട് ആ വേർഡ് നിർമ്മിച്ചെഴുതുക. ഫസ്റ്റ് വേർഡ് പരിക്രമ. സെക്കൻഡ് വേർഡ് എന്താന്ന് കിട്ടിയോ? പറയാമോ ആർക്കെങ്കിലും? സെക്കൻഡ് വേർഡ് എന്താ പറഞ്ഞോ? ലക്ഷ്മിപ്രിയ പറഞ്ഞോ? രക്ഷാമന്ത്രി. യെസ്, ഗുഡ്. രക്ഷാമന്ത്രി. രക്ഷാമന്ത്രി. എഴുതിയോ? നെക്സ്റ്റ് വേർഡ് പറയാമോ? എല്ലാരും പറഞ്ഞ് ട്രൈ ചെയ്തേ. അക്ഷരങ്ങൾ കൂട്ടി നോക്ക്. നെക്സ്റ്റ് വേർഡ് അന്തരീക്ഷ. അന്തരീക്ഷ. ഓക്കെ, അന്തരീക്ഷ. അന്തരീക്ഷ. ഏബൽ ബിനോ. ഏബൽ ബിനോയ് പ്രസന്റ് അല്ലേ? ഏഞ്ചൽ, അതുൽ, ആവണി, സന്തോഷ് പ്രസന്റ് പറഞ്ഞേ. എഡ്വിൻ പ്രസന്റ് മിസ്. ഗ്രേസ്, ഹന്ന റോസ്, ജോസി. പ്രസന്റ് മിസ്. ജോസി എവിടെയാ? പ്രസന്റ് മിസ്. ഓക്കെ ഓക്കെ. ലക്ഷ്മി പ്രിയ. പ്രസന്റ് മിസ്. മുഹമ്മദ് റുവൈസ് എവിടെ ഉണ്ടായിരുന്നല്ലോ? മുഹമ്മദ് റുവൈസ്. മുഹമ്മദ് കെ. പ്രസന്റ് മിസ്. മുഹമ്മദ് റിഹാൻ. മുഹമ്മദ് റിഹാൻ. സായി കൃഷ്ണ. ഷഹാന ഷെറിൻ ഉണ്ടായിരുന്നോ? ഷഹാന ഷെറിൻ നേരത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? ഷഹാന ഷെറിൻ. ഷിസ ഫാത്തിമ. പ്രസന്റ് മിസ്. ഫാത്തിമത് സന. ഷഹാന ഷെറിൻ നേരത്തെ ഉണ്ടായിരുന്നോ മക്കളെ മേഴ്സി മിസ്സിന്റെ ക്ലാസ്സിൽ? കണ്ടില്ല. നെഹി കണ്ടില്ലാന്നോ? അങ്ങനെ പറഞ്ഞ എന്താടാ? സഹന ഷെറീനെ മേഴ്സി മിസ്സിന്റെ ക്ലാസ്സിൽ കണ്ടില്ല. ഓക്കെ.
നെക്സ്റ്റ് വേർഡ് അന്തരീക്ഷ കഴിഞ്ഞ് നെക്സ്റ്റ് വേർഡ് ഏതാണ് പറയാമോ? പ്രശിക്ഷൺ. 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 ओके कंप्लीट आइले नेक्स्ट നോക്കുക रू और रू से तीन तीन शब्द बनाओ मेक वर्ड्स यूजिंग रू and रू रू എന്നുള്ള അതുപോലെ रू എന്നുള്ള ശബ്ദമുള്ള വാക്കുകൾ ഒരു മൂന്നെണ്ണം എക്സ്ട്രാ കണ്ടുപിടിക്കണം रू रू ഉള്ളത് ഒന്നവിടെ ഉണ്ട് ശുരുവാത്ത് വേറെ रू ഉള്ളത് ഏതെങ്കിലും ഒരു വേർഡ് പറയാമോ നിങ്ങൾക്ക് മുമ്പേ പഠിച്ചത് ക്ലാസ് ടെക്സ്റ്റ് ബുക്ക് തന്നെ വേണമെന്നില്ല ലെസൺ തന്നെ വേണമെന്നില്ല പുറമേന്ന് പഠിച്ചത് ഏതെങ്കിലും വേർഡ് रू ഫസ്റ്റ് ലെറ്റർ രു എന്ന് വരണമെന്നുണ്ടോ? വേണ്ട വേണ്ട ശുരുവാത്തിൽ ഇപ്പൊ ഇടക്കല്ലേ ഉള്ളൂ രു എവിടെയെങ്കിലും മതി രു ആയിരിക്കണം ഹ്രസ്വം രു രു എന്നുള്ളതിന്റെ പ്രത്യേകത കണ്ടോ നിങ്ങൾ രാ എന്നുള്ളതിന്റെ വളച്ചു വരുന്ന സ്ഥലത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത് രു ആ ഹ്രസ്വം ഇടുന്നത് കണ്ടോ ആ ചിഹ്നം എവിടെ ഇടുന്നത് കണ്ടോ മാരുതി മാരുതി ഓക്കെ ആഹാ മാരുതിയോടാണ് അവന് സ്നേഹം അല്ലേ ദുരുപയോഗ അങ്ങനെ ഒരു വാക്ക് നിങ്ങൾ പഠിച്ചിട്ടില്ലേ ദുരുപയോഗ യെസ് ഒരു വേർഡ് എഴുതിക്കോ ദുരുപയോഗ മാരുതി എഴുതാട്ടോ മാരുതി വേണമെങ്കിൽ മാരുതി എഴുതാം ദുരുപയോഗ കുരുക്ഷേത്ര പഠിച്ചിട്ടില്ലേ കുരുക്ഷേത്ര ഇല്ല അത്ര വേർഡ് കേട്ടിട്ടേ ഇല്ലേ ആ കുരുക്ഷേത്ര വേറെ വേർഡ് കുരുക്ഷേത്ര രുക്കിന പഠിച്ചിട്ടുണ്ടോ രുക്കിന നിൽക്കുക രുക്ക് ജാവോ അവിടെ നിൽക്കൂ ആ അപ്പൊ നെക്സ്റ്റ് വേർഡ് രുക്കിന ദുരുപയോഗ കുരുക്ഷേത്ര രുക്കിന മക്കൾക്ക് എഴുതാൻ കിട്ടുന്നില്ല എങ്കിൽ എഴുതി ബുദ്ധിമുട്ടരുത് ക്ലാസ്സിന് കഴിഞ്ഞ ഉടനെ മിസ് അയച്ചിരിക്കും മിസ് ഗുരു 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 എന്നുള്ള വേർഡും വരും ഗുരു അത് നിങ്ങൾ പഠിച്ചതാണല്ലോ ഗുരു ക്വസ്റ്റ്യൻ ആൻസറിന് ഞാൻ എവിടെയാണ് മാർക്ക് ചെയ്തെന്നുള്ളത് ഞാനിപ്പോ ക്ലാസ് ഗ്രൂപ്പിൽ അയക്കുന്നുണ്ടേ നെക്സ്റ്റ് രുക്കിന കഴിഞ്ഞു ഇനി രൂന്ന് വരുന്ന വാക്കുകള് രൂക്ഷ് രൂപ അവിടെ ഉണ്ട് വേണമെങ്കിൽ കുരൂപ് വേണമെങ്കിൽ എഴുതാം കുരൂപ് യെസ് കുരൂപ് അനുരൂപ് രൂഢി രൂസി അനൂപ് രൂപണം രു എഴുതിയോ എഴുതിയോ എല്ലാവരും നെക്സ്റ്റ് വേർഡ് പറയട്ടെ
നെക്സ്റ്റ് പേജ് പറയട്ടെ. ക്ലാസ് ഗ്രൂപ്പിൽ എല്ലാ വർക്കുകളും അയച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ നോട്ട് കംപ്ലീറ്റ് ആക്കണേ. നെക്സ്റ്റ് പേജ് എടുത്തോളൂ. രാക്കേ രൂപ് ഹേ. രാ എന്നുള്ളതിന് കുറെ രൂപങ്ങളുണ്ട്. അതാണ് ആ ബ്ലൂ കളറിൽ. അത് നിങ്ങൾ സമയം കിട്ടുമ്പോ വായിച്ചു പഠിച്ചോ. രാജൻ, രാസ്ത, പരിക്രമ, സമുദ്ര, യാത്ര, സംഘർഷ്, കാര്, രാഷ്ട്രപതി, ഡ്രം, ഇതെല്ലാം രായില് വരുന്ന വാക്കുകളാണ്. രാ അതിലുണ്ട്, പക്ഷെ നമുക്ക് കാണാനുണ്ടാവില്ല രാന്ന്. പക്ഷെ അതിന്റെ രാ ലോപിച്ചിരുന്ന ഓരോരോ ചിഹ്നങ്ങളായിട്ട് മാറുന്നതാണ് അതൊക്കെ. കേട്ടല്ലോ. രാഖി ഉചിത रूप का प्रयोग कर शब्द पूरे करो. എന്ത് ചെയ്യണം? രാ എവിടെയാണ് ചേർക്കേണ്ടത് നോക്കിയിട്ട് ഉചിതമായിട്ട് ചേർക്കണം. എവിടെയൊക്കെയോ മിസ്റ്റേക്ക് ഉണ്ട്. ഫസ്റ്റിന് രാഷ്ട്രീയ എന്നുള്ള റെഡ് കളർ കൊണ്ട് ട്രാ അവിടെ ചിഹ്നം ചേർത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഏതായിരിക്കും? നമ്മൾ പഠിച്ച പേര് നിർമ്മല. മായന്റെ മേലെ ഈർന്നുള്ള ചിഹ്നം നിർമ്മല. നെക്സ്റ്റ് റിപ്പോർട്ട്. തായന്റെ മുകളിൽ ഈർന്നുള്ള ചിഹ്നം. അതുപോലെ മഹത്വപൂർണ്ണ, അതിലും നായന്റെ മുകളിൽ ഈർന്നുള്ള ചിഹ്നം ഇടണം. നെക്സ്റ്റ് വാ എന്നുള്ളതിലാണ് ഈർന്നുള്ള ചിഹ്നമുണ്ട്. പൂർവാനുമാൻ. പരിക്രം എവിടെയുണ്ട്? ഇതിലാ ഞാൻ പറഞ്ഞ മക്കളെ. നിർമ്മല, റിപ്പോർട്ട്, മഹത്വപൂർണ്ണ, പൂർവാനുമാൻ. നെക്സ്റ്റ് ടെനിങ് എന്നാണ്. അത് ട്രെയിനിങ് എന്നാ വേണ്ടത്. തായില് ടായന്റെ അടിയിൽ ട്രാ, അത് ഇങ്ങനെ ഒരു ചിഹ്നം ചേരിച്ചിടുക. രാഷ്ട്രീയ പോലെ ട്രെയിനിങ്. രചന രചന കാലത്ത് രാക്കേ ഉചിത് രൂപ കാ പ്രയോഗ കർ പൂരേ കരോ എന്നുള്ള ബ്ലൂ കളറിലെ ഹെഡിങ് ആണ് ഇപ്പൊ മിസ് വായിച്ചത്. അതിൽ രാഷ്ട്രീയ പറഞ്ഞു, നിർമ്മല, റിപ്പോർട്ട്, മഹത്വപൂർണ്ണ, പൂർവാനുമാൻ, ട്രെയിനിങ്, പ്രദൂഷൺ, ചക്ര. ട്രെയിൻ, ആക്രോശ്, അർപ്പിത, ആക്രമൺ. മിസ് അതിന്റെ ഫോട്ടോ എടുത്ത് അയച്ചു തന്നേക്കാം, അതിന്റെ മാത്രം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. രായുടെ ഓരോ രൂപങ്ങളാണത്. ഓക്കെ, മിസ് അയച്ച ഗ്രൂപ്പ് നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. അതിന് താഴെ ക്ലാസ് കട്ടാവറായി. മിസ് അത് ലാസ്റ്റത്തും കൂടി പറഞ്ഞേക്കാം. എല്ലാം ക്ലാസ് ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ എഴുതേണ്ട, നോട്ട് ബുക്കിൽ എഴുതേണ്ട എല്ലാം ഞാൻ മിസ് ക്ലാസ് ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട് മുഴുവനും. ഈ പാഠത്തിൽ എല്ലാ വർക്കുകളും അയച്ചു. ഇനി എനിക്ക് കിട്ടിയില്ലോ എന്ന് എക്സാം തലേന്ന് എന്നോട് പറഞ്ഞാല് അവര് പിന്നെ എക്സാം എഴുതേണ്ടി വരില്ല. ഇന്ന് തന്നെ ഞാൻ വർക്ക് തന്നു. ഇന്ന് നിങ്ങൾ 2 ദിവസത്തിനുള്ളിൽ എഴുതിയിട്ട് കംപ്ലീറ്റ് ആക്കുക നോട്ട്. निम्नलिखित शब्दों में इग, इद या ई प्रत्यय लगाकर नए शब्द बनाओ. താഴെ കൊടുക്കുന്നതിന് മേക്ക് വേർഡ്സ് ബൈ യൂസിങ് ഇഗ്, ഇത് ഓർ ഈ സഫിക്സ്. അതായത് പ്ലസ് ഈ അല്ലെങ്കിൽ ഇഗ് അല്ലെങ്കിൽ ഇത് ചേർത്തിട്ട് വേർഡ് ഉണ്ടാക്കുക. ഭാരത് പ്ലസ് ഈ ആണ് ഭാരതീയ. സാഹസ് പ്ലസ് ഇഗ് ആണ് സാഹസിക്. നിയമ പ്ലസ് ഇതാണ് നിയമിത്. സമാജ് പ്ലസ് ഇഗാണ് സാമാജിക്. മിസ് അയച്ചിട്ടുണ്ട് ക്ലാസ് ഗ്രൂപ്പിൽ, തെറ്റാതെ നോക്കി എഴുതുക. സംബന്ധ് പ്ലസ് ഇതാണ് സംബന്ധിത്. ദല് പ്ലസ് ഇതാണ് ദളിത്. അപ്പൊ മക്കൾ അത്
ഇത് അല്ലെങ്കിൽ ഇഗ് അല്ലെങ്കിൽ ഈയ് ഏതാണോ അതിന് ചേരുന്നത് അതേ എഴുതാവൂ, അല്ലാതെ എല്ലാത്തിനും ഇത് ചേർക്കാൻ പാടില്ല. സമാജ് എന്നുള്ളതിന് ഇതോ അല്ലെങ്കിൽ ഈയോ വരില്ല, അതിന് ചേരല് ഇഗാണ്, സാമാജിക്. ഭാരതിന് ഇഗ് ഇത് വരില്ല, ഈയ്. അപ്പൊ ഭാരതീയ, ഭാരത് പ്ലസ് ഈ ആണ് ഭാരതീയ. അങ്ങനെയാണ് അത് എഴുതേണ്ടത്. ക്ലിയർ ആയോ? മനസ്സിലായോ ലാസ്റ്റ് വർക്ക്? ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? നോ, ഡൗട്ട് ഒന്നുമില്ല അല്ലേ? അതല്ലേ പ്രശ്നം? ഡൗട്ട് ഒന്നും ഒരു കുഴപ്പം, നമുക്ക് അങ്ങനത്തെ ഒരു ഡൗട്ടേ ഇല്ല മിസ്സേ. മുഹമ്മദ് റിഹാൻ പിന്നെ കുറെ സമയമായി ക്ലർക്കിന്റെ പണിയാന്ന് തോന്നുന്നു എടുക്കുന്നത്. ഇതുവരെ മിസ്സിന്റെ മുഖത്തേക്ക് നോക്കിയിട്ടേ ഇല്ല, ഒരേ എഴുത്താണ്. വല്ല ജോലിയും കിട്ടിയോ PSCയിലെ? എന്താടാ ഒരു കുറെ എഴുതാനുണ്ടെന്നല്ലോ. ഓക്കെ, അപ്പം 13th ലെസൺ നമുക്ക് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ക്ലാസ്സിൽ സന്ത് കി സീത്ത്, സന്ത് കി സീഗ് 14th ലെസൺ ആണ് എടുക്കേണ്ടത്. മക്കളെല്ലാവരും 13th ലെസൺ നന്നായിട്ട് വായിച്ചിട്ട് വരണം. അതിന്റെ വേർഡ് മീനിങ് അടുത്ത ക്ലാസ്സിലേക്ക് പഠിച്ചിട്ട് വന്നോ. 13th ലെസണിന്റെ വേർഡ് മീനിങ്. ഓക്കെ, മറന്നു പോവോ? മിസ് ഇന്ന് പഠിച്ചു വരാനാ പറഞ്ഞേ. ഇന്ന് പഠിക്കാൻ ആരും എന്നോട് മിണ്ടിയില്ലല്ലോ. അത് ഞാൻ ചോദിച്ചു, ആരെങ്കിലും ഒരാൾ പറയുന്ന വെച്ചാൽ ഞാൻ വെയിറ്റ് ചെയ്തു, പക്ഷെ ഒരാളും എന്നോട് പറഞ്ഞില്ല. ഹന്ന എന്ന് സാധാരണ പറയല്ലേ, ഹന്നക്ക് എന്താ മറന്നുപോയോ? പഠിച്ചിട്ടുണ്ട് പക്ഷെ പറഞ്ഞില്ലല്ലോ. അടുത്ത ക്ലാസ്സിൽ ഓർമ്മിപ്പിക്കണേ. ഞാൻ ആദ്യം വേർഡ് മീനിങ് ചോദിച്ചിട്ട് മാത്രം ഇമ്പോസിഷൻ തന്നിട്ട് എനിക്ക് ക്ലാസ് എടുക്കുന്നുള്ളൂ. കേട്ടോ ലക്ഷ്മി പ്രിയ? എന്നെ ഓർമ്മിച്ചോളണം. ഹിന്ദി ഡിറ്റേഷൻ ഉണ്ട്, വേർഡ് മീനിങ് പഠിച്ചിട്ട് വരാൻ പറഞ്ഞ മിസ്സേ എന്ന് പറയണം. കേട്ടല്ലോ മുഹമ്മദ്? യൂണിഫോം ഇടാതെ മറന്നുപോയതാണൊക്കെ വേർഡ് മീനിങ് പഠിക്കാതെ വന്നൊക്കെ. 13th ലെസണിന്റെ വേർഡ് മീനിങ് ഇപ്പൊ പറഞ്ഞ വർക്കുള്ള എന്റെ പാഠത്തിന്റെ വേർഡ് മീനിങ്. ഓക്കെ, ബൈ, സീ യു. 13th ലെസണിന്റെ വേർഡ് മീനിങ് മോനെ. നെക്സ്റ്റ് ക്ലാസ്സിൽ എപ്പോഴാണോ ഹിന്ദിയുടെ ക്ലാസ് അന്ന്. നാളെ ഉണ്ടോ? ടുമാറോ ഹിന്ദി ഉണ്ടോ? ഏബിൾ ഇങ്ങനെ ചിന്തിക്കുക, എപ്പോഴാണ്? നാളെയാണോ ഹിന്ദി? ഓക്കെ, അപ്പൊ നാളത്തേക്ക് വർക്കുകളെല്ലാം എഴുതിക്കോ, വേർഡ് മീനിങ് പഠിച്ചോ. നാളെ അടിയാണ്, ഓൺലൈൻ അടി ഉണ്ട് മിസ് കണ്ടുപിടിച്ചിട്ട്. ഓൺലൈൻ അടി കണ്ടിട്ടുണ്ട് നിങ്ങള്? മൂക്കിലിട്ടിട്ട് അടിക്ക. ഓൺലൈനിൽ ഇങ്ങനെ വരും, ഒറ്റ അടിയാണ്. ഓക്കെ ഓക്കെ, ബൈ. അമ്മ പറയുന്നത് ഓൺലൈൻ അടിയൊന്നും വേണ്ട, മിസ് പറഞ്ഞാൽ മതി, ഇവിടുന്ന് അടി തരാന്ന്. ഓ അതെയോ? അമ്മ തല്ലുമ്പോ കുറച്ച് അധികമായി പോലെ, മിസ്സാകുമ്പോ അത്രയൊന്നും തല്ലൂല, കണക്കിന് തരുള്ളൂ. അമ്മയാകുമ്പോ ഒരുമിച്ച് തരുമല്ലോ. അതാണ് മിസ് എഴുതാത്തതിനാണെങ്കിൽ അതിന് മാത്രമേ തരുള്ളൂ കേട്ടോ. ഓക്കെ ബൈ. ഓക്കെ ബൈ, സീ യു.